ഗുരുജിയെ ഇഷ്ടപ്പെട്ടു. ഗുരുജിയെ ഇപ്പൊ കണ്ടല്ലോ. മലയാളത്തില് എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു നല്ലൊരു കുടുംബചിത്രം. ചിരിച്ചു മടുത്ത്, സത്യം പറയാം, ചിരിച്ചു മടുത്ത്. അടിപൊളി പടം, അടിപൊളി പടം. നല്ല പടം, കോമഡി പടം. കുറെ നല്ല സുന്ദരം. കാണാൻ പറ്റും. കിടിലം പടം, നല്ല അടിപൊളി പടമാണ്. സൂപ്പർ, എല്ലാം വർക്കൗട്ട് ആയിട്ട് നല്ല അടിപൊളിയായിട്ട്. ഇല്ല മലയാളം ഡബിങ് നല്ല സൂപ്പറായിട്ട്, അടിപൊളിയായിട്ട്. എല്ലാം സൂപ്പറായിട്ട്, എല്ലാം സൂപ്പറായിട്ട്. സൂപ്പർ, നല്ല മൂവിയാണ്. ഇറ്റ്സ് എന്താ പറയുക, മലയാളത്തിൽ നല്ല രീതിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കുറേ ഫൺ എലമെൻറ്റ്സ് ഉണ്ട്. യൂഷ്വലി കാണുന്ന ഒരു പ്രേതബാധ അല്ലെങ്കിൽ ബാധയുടെ ആ ഒരു എലമെൻറ്റ് നല്ല രീതിക്ക് അവർ യൂട്ടിലൈസ് ചെയ്ത് ഒരു ഫണ്ണി രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് വാച്ച്. നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് നമുക്ക് അവരുടെ ആ ഒരു ഇത് കണ്ടിട്ട് ഓക്കെ ഓരോ ക്യാരക്ടറായിട്ട് നമുക്കിങ്ങനെ എടുത്തു പറയാൻ പറ്റും. ഓക്കെ ദിസ് ഗൈ വാസ് ഗുഡ് അല്ലെങ്കിൽ ദിസ് പേഴ്സൺ ഡിഡ് വെൽ. നല്ലൊരു ക്യാമിയോ ഉണ്ട്. അത് ഇൻ്റർവെല്ലിന് മുമ്പ് നല്ലൊരു ക്യാമിയോ വരുന്നുണ്ട്. അതും മൂവിയിലുടനീളം നല്ല രീതിയിൽ കോമഡി ചെയ്ത് പോകുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് മൂവി. നല്ല പടം. ആ ഉണ്ട്. അതുപോലെ തന്നെ കാണാം. അടിപൊളി, എല്ലാം അടിപൊളി. നല്ലോണം എൻജോയ് ചെയ്ത്. ഗുരുജി ഒന്നും പറയാനില്ല, അടിപൊളി. ആ ഉണ്ട്. ഞങ്ങള് നല്ല ചിരിയായിരുന്നു. ശരി, അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല സിനിമ. ചിരിക്കാനുണ്ട്, ഒരുപാട് ചിരിക്കാനുണ്ട്. ചിരിച്ചു മടുത്ത്, സത്യം പറയാം, ചിരിച്ചു മടുത്ത്. കരയാനും ഉണ്ടായിരുന്നു, ചിന്തിക്കാനുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല സിനിമയായിരുന്നു. ചിരിക്കാൻ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനകത്ത്. ഗുരുജി സൂപ്പറല്ലേ, ശരിക്കൊരു മലയാള ആക്ടർ പോലെ തന്നെ ഉണ്ടായിരുന്നു. രവിയണ്ണൻ അതിലും സൂപ്പർ. പറയാനില്ല, ഇഷ്ടമായി. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഓ ആ ഗുരുജിയെ ഇഷ്ടപ്പെട്ടു. ഗുരുജിയെ ഇപ്പൊ കണ്ടല്ലോ. ആ കണ്ടു. നല്ലൊരു ചിത്രം കണ്ട ഫീൽ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു നല്ലൊരു കുടുംബചിത്രം. അത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമുക്ക് ഫാമിലിയുമൊത്ത് എൻജോയ് ചെയ്യാൻ പറ്റുക. നമ്മൾ സിനിമ കാണാൻ വരുന്നത് ഫാമിലിയുമൊത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ കിട്ടി. ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നടീനടന്മാരുടെ അഭിനയം. കന്നഡയിൽ നിന്ന് വരുന്ന ഈ ഒരു ചിത്രം ഡബ്ബിംഗ് വേർഷൻ അത്രമാത്രം മലയാളമെന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അതിൽ അഭിനയിച്ചിരിക്കുന്ന നടീനടന്മാർ മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നു. JP തുമിനാട് എന്ന് പറയുന്ന സംവിധായകൻ നായകനിരയിലേക്ക് എത്തിയിരിക്കുന്നു നല്ല രീതിയിൽ തന്നെ. അതേപോലെ തന്നെ കാന്തരയുടെ റൈറ്റർ നല്ലൊരു വേഷം ചെയ്തിരിക്കുന്നു. രാജ് പിഷെട്ടി, പിന്നെ നമുക്ക് അറിയാത്തതായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ വളരെ മികച്ച രീതിയിൽ തന്മയത്തോടുകൂടി അഭിനയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു അക്കരെ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പഴയ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, വെള്ളാനകളുടെ നാട്, ആ ഒരു റേഞ്ചിലേക്ക് വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം തന്നെയാണ്. മലയാളികൾക്ക് വേഫെയർ ഫിലിംസ് ദുൽഖർ മമ്മൂക്ക ടീം സമ്മാനിച്ച് മലയാളത്തിലേക്ക് നല്ലൊരു ചിത്രം. The response which we have received today is very good response, because we as a filmmakers from Karnataka always cherish Malayalam cinemas. So when it is getting released in Malayalam, it is itself is a big honor for us. So if the crowd receives our film in the same manner as always do like other Malayalam good cinemas, it is a big honor and proud moment for us.